Welcome to MAPRA YouTube News. 26 കോടി രൂപയോളം കെഎസ്ആർടിസിയുടെ വരുമാനത്തിൽ വർധനവുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ 22 ലക്ഷത്തിലധികം വർധനവുണ്ട്. ഓരോ മാസവും കെഎസ്ആർടിസിയുടെ വരുമാനം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെഎസ്ആർടിസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. 10 കോടി 19 ലക്ഷം രൂപ. രണ്ടാം ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 9 കോടി 41 ലക്ഷം രൂപ കൈവരിക്കാൻ കഴിഞ്ഞു. കെഎസ്ആർടിസി നഷ്ടം കുറച്ചു കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുതിയ ബസ്സുകൾ വാങ്ങി, പിന്നെ ഡെഡ് മൈലേജ് കുറയ്ക്കാൻ ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ നിയന്ത്രിച്ചു. നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നമ്മളുടെ 6 കോടി 36 ലക്ഷം രൂപയിൽ നിന്ന് 685 കോടിയിലേക്ക് വരികയും പ്രതിമാസം 15 കോടി രൂപ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 15 കോടി 22 ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രതിമാസം ഓടിക്കുന്ന കിലോമീറ്റർ പരമാവധി കുറച്ചു. അതുപോലെ ഓരോ വണ്ടിയുടെയും ഏണിങ്സ് പെർ യാത്രക്കാരുടെ എണ്ണം 19 ലക്ഷത്തിൽ നിന്ന് 19,44,000 നിന്ന് 20,29,000 ഉണർന്നു. ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണത്. ഏണിങ്സ് പെർ കിലോമീറ്റർ 45.79 നിന്നും 49.81 ഓരോ കിലോമീറ്ററിന്റെയും വരുമാനം വർദ്ധിച്ചു. ഓരോ ബസിന്റെയും വരുമാനം 15,600 നിന്നും 16,768 രൂപയായി. ഒരു ബസിന്റെ പുറത്ത് 1,168 രൂപ വെച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സ്മാർട്ട് കാർഡ് അടക്കമുള്ള യാത്രാ കാർഡ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി. പിന്നെ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് സാധ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ വനിതകൾക്കും കുട്ടികൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ കെഎസ്ആർടിസി കഴിയുന്നു. കെഎസ്ആർടിസി ബസ് സ്റ്റേഷനുകളിലും വാഹനങ്ങളിലും ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും മാലിന്യം പ്ലാസ്റ്റിക് കുപ്പികളടക്കം നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും മാലിന്യം അനുവദിക്കുന്ന പ്രശ്നമില്ല. മാലിന്യമുക്തമായ ബസ് സ്റ്റേഷനുകൾ, വനിതകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ ചെയ്ത കുടുംബസമേതം ഇരിക്കാൻ കഴിയുന്ന എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് റൂമുകൾ, അങ്ങനെ പിന്നെ ബസിന്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതത്വം, എല്ലാ ബസ്സിലും ക്യാമറകൾ, പിന്നെ ബസ് സ്റ്റേഷനുകളിലും ഇനി ക്യാമറ വെക്കുകയാണ്. എല്ലാ ബസ് സ്റ്റേഷനിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നടപടികൾ. കുടുംബസമേതം യാത്ര ചെയ്യാൻ എല്ലാ ബസ്സുകളും ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ മാത്രമേ നിർത്താറുള്ളൂ. ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ കെഎസ്ആർടിസി അക്രഡിറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തും. 2 ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് 2 ടോയ്ലറ്റും നല്ല കിച്ചൺ സൗകര്യങ്ങളും ഹൈജീനിക് ആയിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഹോട്ടലുകളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഐഡന്റിഫൈ ചെയ്ത ഹോട്ടലിൽ മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ. അതുകൊണ്ട് യാത്രയിൽ ആളുകൾ കെഎസ്ആർടിസിയെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ടോയ്ലറ്റ് സൗകര്യമില്ലായ്മ കെഎസ്ആർടിസിക്ക് ഒരു വലിയ ശാപമായിരുന്നു. കെഎസ്ആർടിസിയുടെ പ്രധാന ബസ് സ്റ്റേഷനുകൾ കോട്ടയം, കൊട്ടാരക്കര, എറണാകുളം, ആലുവ, ഈ കരുനാഗപ്പള്ളി എല്ലാ ബസ് സ്റ്റേഷനുകളിലെയും ടോയ്ലറ്റുകൾ സുലഭ എന്ന് പറയുന്ന സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് അതിന്റെ വൃത്തിയായ അന്തരീക്ഷം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉപകാരപ്രദമാണ്. യാത്രക്കാർക്ക് ഇത് വളരെ കംഫർട്ടബിൾ. എപ്പോഴും നമ്മൾ കാണുന്നത് കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്കോട്ട് ഓടുന്നത്, വടക്കുന്ന് തെക്കോട്ട് ഓടുന്നതാണ് കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലിങ്ക് ബസ്സുകൾ വാങ്ങിയിരിക്കുകയാണ്. കെഎസ്ആർടിസിയുടെ ചെറിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് ലിങ്ക് ബസ്സുകൾ. ഈ ലിങ്ക് ബസ്സുകൾ ഓടാൻ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറുന്ന് കിഴക്കോട്ടും മലയോര മേഖലകളെ തീരദേശവുമായി ബന്ധിപ്പിക്കുന്ന ബസ് സർവീസായി ലിങ്ക് ബസ്സിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ബസ്സുകൾ, പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത മിനി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു സക്സസ് ആണ്. 40 സീറ്റുള്ള പ്രീമിയം ബസ്സുകൾ, സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എയർ കണ്ടീഷൻ ബസ്സുകൾ തുടങ്ങി. അതുപോലെ സൂപ്പർ ഫാസ്റ്റ് പുതിയ ഫാസ്റ്റുകൾ, പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത വോൾവോയുടെ സീറ്റർ ബസ്സുകൾ, ഇനി എയർ കണ്ടീഷൻ ചെയ്ത വോൾവോയുടെ 2 ഫുൾ സ്ലീപ്പർ ബസ്സുകൾ വരാൻ പോകുന്നു. അന്തർ സംസ്ഥാനത്തേക്ക് ഓടുന്ന ബസ്സുകൾ ബഹുഭൂരിപക്ഷവും പിന്നെ എയർ കണ്ടീഷൻ ആക്കി മാറ്റുകയാണ്. അതിൽ സ്ലീപ്പർ കം സീറ്റർ ഉണ്ട്. അങ്ങനെ വിവിധ സൗകര്യങ്ങളുള്ള ബസ്സുകൾ രംഗത്ത് വന്നു. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം തൃശ്ശൂർ ബസ് സ്റ്റേഷനെ കുറിച്ചാണ്. അതിനെ നവകേരള ഫണ്ട് ഉപയോഗിച്ച് 7 കോടി രൂപ അതിൽ നിന്ന് അനുവദിക്കുകയും ബാക്കി തുകകൾ MLA അനുവദിക്കുകയും ശ്രീ ബാലചന്ദ്രൻ MLA ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് 11.5 കോടി രൂപയുടെ ബസ് സ്റ്റേഷൻ രൂപകൽപ്പന പൂർത്തിയായി വരുന്നു. അത് പഴയ ബസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം ആയി കഴിഞ്ഞു. ടെൻഡർ കഴിഞ്ഞു. അതിപ്പോൾ പൊളിച്ചു മാറ്റും. ഉടൻ തന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും. അതിന്റെ പ്ലാനും പദ്ധതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ മനോഹരമായ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബസ് സ്റ്റേഷനുകൾ വരുന്നത്. ബസ് സ്റ്റേഷനുകളുടെ സ്ഥിരം രൂപകൽപ്പന ആകെ മൊത്തം നമ്മൾ മാറ്റി. വളരെ ഒരു വിമാനത്താവളത്തിനേക്കാൾ മനോഹരമായ ബസ് സ്റ്റേഷനാണ് വരാൻ പോകുന്നത്. 130 കോടി രൂപയ്ക്കുള്ള
ബസ്സുകൾ വാങ്ങാനാണ് സർക്കാർ പരിപാടി ഇട്ടിരിക്കുന്നത്. അതിൽ 126ഓളം ബസ്സുകൾ വന്നു. ഇനി ബാക്കിയുള്ള ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 6 മാസത്തേക്ക് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കും. എല്ലാം നിർമ്മാണ ഘട്ടത്തിലാണ്. അതിങ്ങനെ വളരെ വേഗത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂരിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ കുട്ടികളുടെ കൺസെഷനെ സംബന്ധിച്ച് പയ്യന്നൂരിൽ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണി സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ കൺസെഷൻ കൊടുക്കുന്നത് ഒരു ആപ്പിലൂടെയാണ്. അപേക്ഷ മുഴുവൻ ആപ്പിലൂടെയാണ് സ്വീകരിക്കുന്നത്. ആപ്പിൽ സ്വീകരിക്കുന്ന കൺസെഷൻ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ്. എഴുതാൻ ജീവനക്കാർ തന്നെ ഒരു 3 പേര് വേണം. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് പഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സ്മാർട്ട് കാർഡുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 8, 9, 10 ക്ലാസ്സുകളിലേക്ക് ഒറ്റ തവണയായിട്ട് കൊടുക്കുകയാണ്. എല്ലാ വർഷവും അത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്ത് പുതുക്കുന്ന ജോലി മാത്രമേ കുട്ടിക്കുള്ളൂ. എപ്പോഴും അപേക്ഷ കൊടുക്കണ്ട. ഒരു +2 പഠിക്കുന്ന കുട്ടിക്ക് 2 വർഷത്തേക്കായിരിക്കും. ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് 3 വർഷത്തേക്കായിരിക്കും. ഈ കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. സ്മാർട്ട് കാർഡാണ്. ഇത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്താൽ കണ്ടക്ടർ റീഡ് ചെയ്യും. മാത്രമല്ല സർക്കാർ ഇതിന്റെ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒഴിച്ചുള്ള 25 ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഈ കാർഡ് ഒരു ദിവസം 2 പ്രാവശ്യം വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ പഞ്ചിങ് കുറഞ്ഞു വരും. ഒരു മാസത്തിൽ 25 ദിവസമായി കുഞ്ഞുങ്ങളുടെ കൺസെഷൻ സൗകര്യം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സ്മാർട്ട് കാർഡായി മാറും. അപ്പൊ ജീവനക്കാരുടെ ജോലി കുറയും. കുട്ടികളുടെ ബുദ്ധിമുട്ട്, അവരുടെ ജോലി ഇത് കളക്ട് ചെയ്യാനുള്ള സമയം ബുദ്ധിമുട്ടെല്ലാം ഒഴിവാകും. സ്മാർട്ട് കാർഡിലേക്ക് മാറിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായുള്ള സ്മാർട്ട് കൺസെഷൻ കാർഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അത് എല്ലാ ബസ് സ്റ്റേഷനിലേക്കും 75,000 കാർഡുകൾ ബസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ കൺസെഷൻ കൊടുക്കാൻ പാടില്ല. ഈ പഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്മാർട്ട് കാർഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള CMDയുടെ നിർദ്ദേശവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ, ജീവനക്കാരി ആക്സിഡന്റിൽ മരിച്ചാൽ 1 കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് KSRTC ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഒരു സഹോദരൻ, ഒരു തൊഴിലാളി മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം 1 കോടി രൂപ, ആദ്യത്തെ 1 കോടി രൂപ കൈമാറാൻ പോവുകയാണ്. ആ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് മരണശേഷം പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ മരണശേഷം 10 ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് വഴി കിട്ടും. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ വെച്ച് 2 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വരെ കിട്ടും. അവർ പഠിക്കാനായിട്ട് ഉന്നത പഠനത്തിന് വേണ്ടി കിട്ടും. ഈ ഒരു പദ്ധതി കേരളത്തിലെ ഈ KSRTCയിൽ മാത്രമാണുള്ളത്. ഇത്രയും വലിയൊരു തുകയും ഇത്ര വലിയ ആനുകൂല്യങ്ങളും ഉള്ളത്. അവർക്ക് 2,500 രൂപ അവരെ കയ്യിൽ നിന്ന് അടച്ചാൽ ഒരു വർഷം അവർക്ക് 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ഉന്നതമായ ആശുപത്രിയിലും അവർക്ക് ലഭ്യമാകും. 2,500 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അടയ്ക്കണം. നമ്മൾ അവരെ ശമ്പളത്തിലൊന്നും പിടിക്കുന്നില്ല. അടയ്ക്കാൻ അവർ തയ്യാറായാൽ 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ അവർക്ക് കേരളത്തിൽ ഫ്രീ ആണ്. KSRTC ജീവനക്കാർക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഓണത്തിന് ശമ്പളം, ആനുകൂല്യം എല്ലാം നൽകി KSRTC എല്ലാ ഡിപ്പോയിലും ഓണം ആഘോഷിച്ചു ജീവനക്കാർ. ആ സന്തോഷത്തിൽ നമ്മളെല്ലാം പങ്കുചേർന്നു. അതിന്റെ വലിയ വിജയമുണ്ടായി. പക്ഷേ യാത്രക്കാർക്ക് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ KSRTC വരുമാനം വർദ്ധിക്കുമ്പോൾ, KSRTC ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം. 2012 ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട്. ക്യാൻസർ രോഗികളായ ക്യാൻസർ സെന്ററുകളിലേക്ക് എന്നാണ് പറയുന്നത്. അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം. 2012 പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് 50% ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ്. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് RCCയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം KSRTC നൽകുന്നതായിരിക്കും. സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്കുള്ള കൊച്ചിൻ ക്യാൻസർ സെന്റർ. ഏത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്ത് നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി RCC കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. Yes, thank you. ഇത് Thank you.